ഇന്ന് നമുക്ക് പാൽക്കപ്പൻ്റെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്താലോ? അതിന് വേണ്ടിയിട്ട് ഞാനിതാ അവരുടെ ഫ്രോസൺ കപ്പ വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് തന്നെ വരും, വലിയ പാടൊന്നുമില്ല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് കഴുകി ഊറ്റിയെടുക്കുകയേ വേണ്ടൂ. അപ്പം നോർമലി ഇതും വലുത് വാങ്ങി കട്ട് ചെയ്യുന്നതിലും നല്ല ഇപ്പം ഞാൻ ഫ്രോസൺ ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ഇതാ വെള്ളത്തിലിട്ടിട്ട് തിളച്ച വെള്ളത്തിൽ ഉപ്പിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. ഞാനിപ്പോൾ ഊറ്റിയെടുക്കുമ്പോൾ ശ്രദ്ധിച്ച് കുറച്ച് വേവ് കുറവ് പോലെ തോന്നി. പിന്നെ ഇതാ അതെടുത്തിട്ടുണ്ട്. പാനിലോട്ടിട്ട് പച്ചമുളകും ചെറിയ ഉള്ളിയും കുറച്ചധികം എടുത്തിട്ടുണ്ട്. അതൊന്ന് ക്രഷ് ചെയ്തിട്ട് കപ്പയിലോട്ട് ഇട്ട് കൊടുത്ത്, പിന്നെ ഇതാ തേങ്ങാപ്പാലിൻ്റെ 2ാം പാല് അതും കൂടി ഇട്ട് ഇനിയും ഈ കപ്പ നല്ലതായിട്ട് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ വേവിക്കുമ്പം അടിക്ക് പിടിക്കാണ്ട് നോക്കണം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിള വന്നു കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലിട്ടിട്ട്, അല്ലെങ്കിൽ സ്ലോ ഫ്ലെയിമിൽ ചെയ്താൽ മതി. നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് കുറച്ച് മേലെ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ലിഡ് അടച്ചു വെച്ച് നമുക്ക് ഒരു 10-15 മിനിറ്റ് എടുത്ത് മെല്ലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്ത് നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ കപ്പ വേവിച്ചെടുക്കണം. പിന്നെ അത് കുറച്ച് കഴിഞ്ഞാൽ ഇത് ഈ ഒരു പരുവത്തിലായി കിട്ടും. അപ്പം മാത്രമേ നമ്മൾ 1ാം പാൽ ഒഴിക്കാൻ പാടുള്ളൂ. 1ാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നന്നായിട്ട് ഫ്ലെയിം കൂട്ടി തിളവരാൻ കാത്തിക്കരുത്. ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കാച്ചി ഒഴിക്കാം. അതിന് വേണ്ടിയിട്ട് പാനിലോട്ട് വെളിച്ചെണ്ണയിലോട്ട് കടുക് പൊട്ടിച്ചിട്ട് ചെറിയ ഉള്ളി, കുറച്ചധികം ചെറിയ ഉള്ളിയും കറിവേപ്പിലയും വറ്റൽമുളകും ഇട്ട് നന്നായിട്ട് സോട്ട് ചെയ്യണം. ഇത് നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുമ്പം ഈ ഒരു കപ്പയിലോട്ട് ചേർത്ത് മിക്സാക്കലാണ്. ഇത് നല്ലൊരു ഫ്ലേവറാണ്. ഇത് കുറച്ച് അധികം ചെറിയ ഉള്ളിയെല്ലാം വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം, എന്നാലും അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടും കേട്ടോ. അപ്പം കപ്പയിലോട്ട് ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പാൽക്കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം മീനിൻ്റെ കൂടെയും ബീഫിൻ്റെ കൂടെയും അടിപൊളി കോംബോ ആണിത്. ഒരുവിധം എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും. ഒരു സമയത്തൊക്കെ ട്രെൻഡായിരുന്നല്ലോ ഇത്. അപ്പം ഞാനിത് ഇടയ്ക്ക് ആക്കാറുണ്ട്. നമുക്കൊരു പ്ലേറ്റൊക്കെ തിന്നാനൊരു നല്ല കൊതിയോടെ തിന്നാം. പിന്നെ ഒരു മടുപ്പാണ്, പക്ഷേങ്കിൽ ആ ഒരു ആഗ്രഹം ഇടയ്ക്കിടയ്ക്ക് തിന്നാൻ നമുക്ക് തോന്നും അല്ലേ. അങ്ങനെ ഞാൻ ബീഫ് കറി ഇവിടെ ആക്കിയിട്ടുണ്ട്. ബീഫ് കറിയും പാൽക്കപ്പയാണ് ഇന്നത്തെ എൻ്റെ സ്പെഷ്യൽ. അപ്പോൾ നിങ്ങളും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമായെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യണേ. ഓക്കെ, ബൈ. താങ്ക് യു. ബൈ.